മോനെ, നിങ്ങളിൽ യേശു വന്നിട്ടുണ്ടോ? വന്നെങ്കിൽ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വന്നത്. ഒന്ന്, നിങ്ങൾ പാർക്കുന്ന നിങ്ങളുടെ വീട് ഒരു സ്വർഗമാക്കാൻ. രണ്ട്, നിങ്ങളുടെ മരണാനന്തരം സ്വർഗം നിങ്ങളുടെ വീടാക്കാൻ. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടമാണ് ഭൂമിയിലെ എന്റെ ജീവിതത്തിൽ, എന്റെ വീട്ടിൽ നടക്കേണ്ടത്. നിങ്ങളുടെ ഭവനത്തിന് വിരോധമായി, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉയർച്ചയ്ക്ക് വിരോധമായി, നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധികൾക്ക് വിരോധമായി, നിങ്ങളുടെ സമാധാനത്തിന് വിരോധമായി പൈശാചിക ലോകം എത്ര വലിയ കെട്ടിയാലും, എത്ര വലിയ താഴിട്ട് പൂട്ടിയാലും അതിനെ പൊളിച്ചു കളയുന്ന ദൈവപുത്രന്റെ കരം, അതിനെ തകർത്ത് കളയുന്ന യേശുവിന്റെ കരം ഇന്ന് പകലിൽ ചലിക്കട്ടെ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. കാരണം പിശാച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദുഃഖിക്കുന്നത് കാണുവാനാണ്. ശത്രു ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നത് കാണാനാണ്. പക്ഷെ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്നതും സൗഖ്യത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്നത് കാണുവാനുമാണ്. ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, ഞാൻ സേവിക്കുന്ന കർത്താവ് നമുക്ക് കുറച്ചു കളയുന്നവനല്ല, നമുക്ക് കുറവുകൾ വരുത്തുന്നവനല്ല. നമ്മുടെ ജീവിതത്തിലെ ശൂന്യതകളുടെ നടുവിലും അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഞാൻ ഉറപ്പായും പറയുന്നു, നിങ്ങൾ ദുഃഖിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവനല്ല സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ ജോലിയില്ലാത്തവരായും പൈസ ഇല്ലാത്തവരായും കടം മേടിക്കുന്നവരായും കരയുന്നവരായും ആശുപത്രി തോറും കയറി ഇറങ്ങുന്നവരായും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവിനെ അല്ല നിങ്ങൾ സേവിക്കുന്നത്. അത് മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് പൈശാചിക ലോകമാണ്. അതാണ് യേശു പറഞ്ഞത്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനുമാണ്. എന്നാൽ സാത്താൻ എന്താ ചെയ്യുന്നത്? അറക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലെ പല നന്മകളെയും പിശാച് മോഷ്ടിച്ചുകൊണ്ട് പോയില്ലേ? നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ ഐക്യതയെ അവൻ അറുത്തു കളഞ്ഞില്ലേ? നിങ്ങളുടെ സ്വസ്ഥതകളെ അവൻ ഇല്ലാതെയാക്കിയില്ലേ? എന്നാൽ ദൈവപുത്രനായ യേശു ഈ ഭൂമിയിൽ വന്നത് ബൈബിൾ പറയുന്നു പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാനാണ്.